ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് കുറച്ച് ഓവറാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ഹലോ എവ്രിവൺ, എൻ്റെ പേര് റിസ്വാന. ഞാൻ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം നീറ്റിന് എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്ത് സെറ്റായി ഇനി എക്സാമിന് വേണ്ടി വെൽ പ്രിപ്പയർഡ് ആയിട്ട് എഴുതാനുള്ളൊരു കാത്തിരിപ്പിലായിരിക്കും എല്ലാവരും. അറിയാം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനിയും എല്ലാവർക്കും, അങ്ങനെയുള്ളൊരു തോട്ട്സൊക്കെ വരുന്നൊരു ടൈമാണ്. അപ്പം ഞാൻ മെയിനായിട്ട് വന്നത് എന്താ വെച്ചാൽ പഠിപ്പിനെ പറ്റി അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്, എൻ്റെ ഫോൾട്ട് കാരണം എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് കുറേ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു തോട്ടിലാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഉള്ള ടൈമൊക്കെ സേവ് ചെയ്ത് പഠിക്കുന്ന ഒരു ടൈമായിരിക്കും. അപ്പം ഇതിപ്പം ഏറിപ്പോയ ഒരു 5 മിനിറ്റ് വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ എനിക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായി എന്നുള്ള കാര്യത്തിനെ പറ്റി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് കുറച്ച് ഓവറാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഇട്ടതാണ്. കാരണം നിങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് വരാൻ ഇനി കുറച്ച് നാളും കൂടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് മോട്ടിവേഷൻ അതാണ്. നമ്മൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന, ഇത്രയും നാൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന് നമ്മൾ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കുള്ള മെയിൻ മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ടെൻഷൻ അടിച്ച ടൈം കളയുക. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവരും കുറേ പേര് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ കാരണം മെയിനായിട്ടുള്ളൊരു കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ എത്ര പ്രിപ്പയർ ചെയ്തിരുന്നോ അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം ഞാൻ സ്കിപ്പ് ചെയ്ത ചാപ്റ്റേഴ്സ് ഉണ്ട്. മെയിൻലി ഫിസിക്സ് എനിക്കൊരു വീക്ക് സബ്ജക്ട്സ് ആയിരുന്നു. അപ്പം അതിൽ ആ ഒരു സബ്ജക്റ്റിൽ വരെ ഞാൻ ചില ചാപ്റ്റേഴ്സ് വരെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പഠിച്ച കാര്യങ്ങൾ എത്രയാണോ അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടതും അതാണ്. ഫസ്റ്റ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. പിന്നെ അതിൽ നമുക്കൊരു ഡൗട്ട് വന്നാൽ നമുക്കത് എക്സാമിന് നേരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ടെൻഷൻ മെയിനായിട്ട് മാറ്റാനുള്ള കാര്യം എന്താ, നമ്മളെ തന്നെ ഓക്കെ നമുക്ക് ഇത്ര പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് നിനക്ക് ടെൻഷൻ, ആ ഒരു കാര്യം ആലോചിച്ചിരിക്കുക. കാരണം ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന കുറേ പേര് ഇങ്ങനെ എനിക്കറിയുമ്പോൾ കുറേ പേര് ഇപ്പോൾ ടെൻഷനിലൂടെ പോകുന്നവരാണ്. അപ്പോൾ അവരോടൊക്കെ പറയുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം, അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മെയിനായിട്ട് ടെൻഷൻ അടിച്ചിരിക്കാതെ നമുക്ക് വേറെ എന്തൊക്കെ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം, വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. അതല്ലേ നമുക്ക് എന്തായാലും നല്ലത്. എന്തായാലും ഇനി ഒരു 4-5 ദിവസം കുറച്ചുകൂടെ ബാക്കിയുണ്ട്. മെയ് 4-നല്ലേ. അപ്പോൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ ശരിക്കും ടെൻഷൻ അടിച്ച് ഫേസ് ചെയ്യുന്നതിനെക്കാട്ടും നമ്മൾ കുറച്ച് ഹാപ്പിയായി ഫേസ് ചെയ്ത് നോക്കിയേ. സംഭവം അറിയാം, ഞാനും അത്യാവശ്യം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നൊരു എക്സാമിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പോകുന്നത്. പിന്നെ അതിന് നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കുണ്ടായിരുന്നൊരു കാര്യം ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ തന്നെ കോൺഫിഡൻ്റ് ഇരുന്ന് ഞാൻ തന്നെ അതിനെപ്പറ്റി ആലോചിച്ചു. എക്സാംസ് ഓക്കെ ഈസി ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു. കാരണം നമ്മൾ തന്നെ വേണം നമ്മളെ പഠിപ്പിക്കാൻ. വേറെ ഇപ്പം നമ്മുടെ മൈൻഡ് ഡൗൺ ആണെങ്കിൽ ആര് പറഞ്ഞാലും നമ്മുടെ തലയുടെ ഉള്ളിലേക്ക് കയറില്ല. പിന്നെ അടുത്തൊരു കാര്യം മെയിനായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേക്സ്, നമ്മുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഏതൊരു പോർഷനിലാണോ ഞാൻ വീക്ക് അത് ആലോചിച്ചിരിക്കുക. ഈ ഒരു പോർഷന് ഈ ഒരു കാര്യത്തിൽ ഞാൻ വീക്കാണ്, അത് ഏതൊരു ഫാക്ടർ ആയിരിക്കാം. എൻ്റെ ഒരു ഫ്രണ്ടിന് ടെൻഷനുള്ള ഒരു മെയിൻ കാരണം എന്താ വെച്ചാൽ, ഫസ്റ്റ് ട്രൈ ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞുള്ളൊരു നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുമല്ലോ, അങ്ങനെ ആയിരിക്കും. അത് അവൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നീറ്റ് എഴുതണം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഫാക്ടർ വരെ അവളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അയ്യോ ഇനി എന്തായിരിക്കും, അവിടെ എന്തായിരിക്കും അന്തരീക്ഷം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ വരെ ഡൗട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ വീക്കാക്കാൻ ചെറിയ കാര്യങ്ങൾ മതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുക. കാരണം അത് ആലോചിച്ച് ചെയ്യുന്നത് നമ്മൾ കാര്യമില്ല. എന്തായാലും നമ്മൾ ഫേസ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ഫേസ് ചെയ്യണം. അതാണ് രണ്ടാമത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം. അടുത്തൊരു മെയിനായിട്ട് നമ്മൾ സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് സെൻറ്റർ കിട്ടുന്നത് ചിലപ്പോൾ നമ്മളെക്കാൾ നല്ല ദൂരമുള്ളതായിരിക്കാം, ചിലപ്പോൾ അടുത്തുള്ളതായിരിക്കാം. അപ്പം അത് ആലോചിച്ചിരിക്കരുത്. കാരണം നമ്മൾ അവിടെ ഒരു മണിക്കൂറിന് മുന്നേ എത്തുന്ന രീതിക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറച്ച് മുന്നേ റെഡി ആവുക, ആ ഒരു ടൈം നമുക്ക് മാനേജ് ചെയ്ത് പോയാൽ അവിടെ എത്തിയാൽ നമുക്ക് ടെൻഷൻ്റെ കാര്യമില്ല. പിന്നെ മെയിനായിട്ട് അടുത്തൊരു കാര്യം, നമ്മുടെ കിട്ടിയ സെൻറ്ററിലുള്ള ആ ഒരു സറൗണ്ടിങ്സ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ ക്യാരക്ടർ ആണെങ്കിലും കുറച്ച് ഹാർഷായി നിന്നോ അയ്യോ ആ ഒരു ടെൻഷൻ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ സെൻറ്റർ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ചിലവർക്ക് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മതി. നമ്മൾ ടെൻഷൻ അടിച്ചാൽ മെയിനായിട്ടുള്ളൊരു ഫാക്ടർ ടെൻഷനാണ്. അതടിച്ചാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കാനുള്ള ചാൻസ് ഉണ്ട്. പോകുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡ് സെറ്റ് ചെയ്യുക.
കുറേ കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ടാവാം. നമുക്ക് നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ആലോചിച്ച് പോവാം. അപ്പം അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് പോയാൽ അങ്ങനെ ഉണ്ടായാലും നമുക്ക് നമ്മുടെ എക്സാമിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ മെയിനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ പെന്ന് കിട്ടിയ ഉടനെ നമുക്ക് അതിൻ്റെ ഇങ്ക് നോക്കുക. ഇൻ കേസ് ഇങ്കില്ലാത്ത പെന്നാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റ് നോട്ട് ചെയ്തിട്ട് എഴുതുന്ന ടൈമിലായിരിക്കും ചിലവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ബബിൾ ചെയ്യുക. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് ടൈമിൽ പെന്നിൻ്റെ ഇങ്ക് ഇൻ കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ടൈമിൽ വരെ നമുക്ക് അയ്യോ ഇത് എക്സാമിനെ ബാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ പെൻ കിട്ടിയ ടൈമിൽ അതൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ പേപ്പർ കിട്ടാനുള്ള ടൈം, ചിലപ്പോൾ പേപ്പർ നമ്മൾ വിചാരിച്ച ആ ഒരു ടൈം കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതറിയിച്ചിരിക്കാൻ എൻ്റെ ആ ഒരു ടൈം പോയല്ലോ അങ്ങനെയുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. കാരണം അത്രയും അവർ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അവർ ടൈം തരാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ മുന്നേ കുട്ടിയൊന്ന് പ്ലാൻ ചെയ്യാം. കാരണം ഓൾറെഡി സൈൻ ചെയ്ത് അവിടെ സൈൻ ചെയ്ത് ഇവിടെ സൈൻ ചെയ്ത് എന്നൊക്കെ ആയിട്ട് കുറച്ച് ടൈം കുറച്ച് പോവും. അപ്പോൾ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പക്ഷേ ഇതൊന്നും ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ ടൈം കിട്ടുമോ, ആ ഒരു ടൈം നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടൊന്നും വേണ്ട. നമ്മുടെ എക്സാം കറക്റ്റ് ടൈമിൽ കഴിഞ്ഞിരിക്കും. നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ എഴുതാനുള്ളൊരു ടൈം നമുക്ക് എന്തായിരിക്കും കിട്ടിയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊന്നും അങ്ങനെ നെഗറ്റീവായിട്ട് ആലോചിക്കരുത്. പക്ഷെ നമ്മൾ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാവാം, ഇങ്ങനെ ഉണ്ടായാലും ഞാൻ പ്രിപ്പയർ ചെയ്ത പോലെ ഞാൻ അതിലൊന്നും ഇൻഫ്ലുവൻസ് ആവാതെ നല്ല പഠിക്കും എന്നുള്ളൊരു മെയിൻ മൈൻഡ് നമുക്ക് വേണം. അടുത്തൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതുപോലെ ലാസ്റ്റ് ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ ഇതൊക്കെ ആലോചിക്കേണ്ടത്. ഏത് സബ്ജക്റ്റാണ് ഫസ്റ്റ് എഴുതേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ബബിൾ ചെയ്യുകയാണോ അതോ എല്ലാം കഴിഞ്ഞിട്ട് ബബിൾ ചെയ്യുകയാണോ, അതൊക്കെ നിങ്ങൾ ഡിപ്പെൻസ് ആണ്, നമുക്ക് തീരുമാനിക്കാം. അതൊക്കെ നമ്മുടെ ഒരു കംഫർട്ടിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ എങ്ങനെ ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ബബിൾ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാറി നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇൻ കേസ് ആ ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യാം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കണം. കാരണം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം സെൻറ്ററിൽ. കാരണം എനിക്കൊരു എങ്ങനെയായിരുന്നു എൻ്റെ ഒരു അനുഭവം വെച്ചാൽ നമ്മൾ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഒരു സെൻറ്ററിൽ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ എല്ലാവരും ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു രീതിക്ക് വരുന്നവരായിരിക്കില്ല. ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഒന്ന് വന്ന് നോക്കി നോക്കാം അതിനനുസരിച്ചിട്ട് വരുന്നവരുണ്ടായിരിക്കും. അപ്പം ഇവരൊക്കെ എക്സാം മുന്നേ കൂടി കഴിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇരുന്ന് ചെയ്യായിരിക്കും. അപ്പോൾ എല്ലാവരും നമുക്കൊരു ടെൻഷൻ തരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒക്കെ ഒരു കാര്യം കുറച്ച് ടെൻഷനുള്ള കാര്യമാണ്. അപ്പം ഞാൻ അതൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് ടൈം എൻ്റെ പോയിട്ടുണ്ട്. അയ്യോ ഇവരൊക്കെ എന്നെ നോക്കണോ അങ്ങനെയുള്ളൊരു മൈൻഡ് വേണ്ട. നമ്മളുള്ള കാര്യത്തിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കണം. കാരണം അതൊക്കെ നമ്മളെ ബാധിക്കും. പക്ഷെ നമ്മൾ അറിയാതെ ആയിരിക്കും നമ്മളെ ബാധിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഫോക്കസ് കിട്ടില്ല, നമ്മൾ ചെയ്യുന്നതിൽ ചെറിയ ചെറിയ തെറ്റുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊന്നും മാക്സിമം ഒഴിവാക്കണം. ഉണ്ടാവാം, കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്കും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ മാക്സിമം നമ്മൾ അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മളെല്ലാം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ആ ഒരു മിസ്റ്റേക്സ് ഉണ്ടാവാതിരിക്കുക. കാരണം എനിക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നൊരു കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഈ ലാസ്റ്റ് ടൈമിൽ ഇരുന്നിട്ട് നമുക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. പഠിച്ചിട്ടുണ്ട്, നല്ല പ്രിപ്പയർ ചെയ്തു, എനിക്ക് കിട്ടുന്ന ഉറപ്പായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് നല്ല ഹെൽത്ത് പ്രോബ്ലം വന്നു, ഫുഡ് കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇൻഫെക്ഷൻ വന്നു, അൾസർ വന്നു, ഇതൊന്നും പറഞ്ഞിട്ട് പോകാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ നമ്മൾ മാക്സിമം മിക്കവാറും എല്ലാവരും വീട്ടിലായിരിക്കും, ഈ ഒരു ടൈമിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ മാക്സിമം ഫുഡ് കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക, സ്ലീപ്പ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഈ നൈറ്റും പഠിച്ച് രാവിലെയും പഠിച്ചിട്ട് അങ്ങനെ കിട്ടുന്നത് നമുക്കൊരു അസറ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഒരു വഴിക്ക് പോകും, വേറൊരു വഴിക്ക് പോകും, അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ദിവസത്തിൽ നമ്മൾ കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. അത് നമുക്കേ അറിയുള്ളൂ. ആ ഒരു ടൈമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതും ഈ രാത്രി ഇരുന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ ബ്രെയിനും വേണ്ട ഒരു റെസ്റ്റ്. അപ്പോൾ സ്ലീപ്പ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പ്രത്യേകിച്ച് ലാസ്റ്റ് നീറ്റിൻ്റെ തലേദിവസം നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നന്നായി ഉറങ്ങുക. കുറച്ച് ടൈം എടുത്ത് ഉറങ്ങിയാലും കുഴപ്പമില്ല. കാരണം ഇതൊരു ലാസ്റ്റ് ടൈമായി. നമുക്ക് വേണ്ടത് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യുക, പ്രിപ്പയർ ചെയ്തതൊക്കെ മെമ്മറിയിൽ നിൽക്കണം. അപ്പോൾ നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, കുറച്ച് ഇക്വേഷൻസ് മാത്രമുള്ള ഒരു ബുക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ മാക്സിമം ഈ ഒരു ടൈമിൽ യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ ഈ ഒരു ടൈമിൽ മാക്സിമം ഞാൻ ഉണ്ടാക്കി വെച്ച ഇക്വേഷൻസിൻ്റെ ബുക്കും അതുപോലെ കുറച്ച് ഷോർട്ട് നോട്ടും ഇപ്പം മോഡൽ എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ തെറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മെയിനായിട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട്
ഉള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. ഇപ്പം എല്ലാവരും നോട്ട് ഉണ്ടാക്കി പഠിക്കുന്ന ഒരാളായിരിക്കില്ല, പക്ഷേ എനിക്കതായിരുന്നു കുറച്ച് എഫക്റ്റീവായിട്ടുണ്ടായിരുന്നത് നീറ്റിൻ്റെ ടൈമിൽ. മെയിനായിട്ട് ഇക്വേഷൻസിന് മാത്രമായിട്ടൊരു ബുക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസിൻ്റെ അടുത്തും ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം അത് നോക്കുക. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുറേ ഉള്ളത് കൂട്ടി പറഞ്ഞിട്ട് ലാഗ് ആക്കാൻ താല്പര്യമില്ല. ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ്. അപ്പം അത് നന്നായി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിനൊരു കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. എന്തായാലും നന്നായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായി വായിക്കുക. പിന്നെ റിവിഷനാണ് മെയിനായിട്ട്. ഇക്വേഷനിൽ മറന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ മറന്നു വെച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ടൈം അത്രയും നല്ല കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ടൈം കുറച്ചേ ഉള്ളൂ ഇനി. അപ്പോൾ നമ്മൾ കൂടുതൽ റിവിഷനും കാര്യങ്ങൾക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും കോട്ടും സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഈ ഒരു അടുത്ത 2 മാസത്തിന് ശേഷം ക്ലാസ്സിലേക്ക് വരാൻ പറ്റട്ടെ, ഡ്രീം കോളേജ് കിട്ടട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കൂടുതൽ അറിയാം, വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.